ഞാൻ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അവർ ഞങ്ങൾ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എന്ത് പരിപാടി ക്ഷണിച്ചാലും ഞങ്ങൾ മാക്സിമം എത്താൻ നോക്കാറുണ്ട്. അങ്ങനെ ദാ ഇന്ന് നമ്മളെ മണവാളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് പോകാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ദാ എൻ്റെ മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല ഏട്ടനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ വെറും 10 മിനിറ്റിൻ്റെ പരിപാടിയല്ലേ ഉള്ളൂ. ഞങ്ങളെ പരിപാടിയൊക്കെ പെട്ടെന്ന് തീർന്നാലും നമ്മളെ കാത്തുമ്മനെ റെഡി ആക്കലാണ് വലിയൊരു പണി. കാരണം അവളുടെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ അവളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. എപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും എൻ്റെയും കാത്തുമ്മേരൊക്കെ ഒരു തല്ലൂട്ടം മെയിനായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ അതാ ഞങ്ങൾ മൂന്നാളും റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാൻ നിൽക്കണ നേരത്ത് നമ്മളെ മണവാളുടെ വക ഒരു കോളും, നിങ്ങളെവിടെ എത്തി ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒട്ടും നേരം വൈകാൻ നിന്നില്ല, വേഗം തന്നെ വെച്ച് പിടിച്ചു. ഇവിടെ നിന്നാണ് 1 മണിക്കൂർ സമയമുണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടേ. അവിടെ എത്തി നോക്കിയപ്പോഴാണെങ്കിലോ ആകെ എത്തിയിട്ടുള്ള ഞങ്ങളും മണവാളനും മണവാട്ടിയും പിന്നെ കുറച്ച് മീഡിയക്കാരാണ് ആകെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദാ ഞങ്ങൾ കുറച്ച് നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ നേരെ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് പോയിട്ട് ഇരുന്നു കേട്ടോ. അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഏട്ടൻ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നത്തെ എൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ എടുക്കണ പണിയായിട്ട് നമ്മളെ കാത്തുമ്മയും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ചെറുതായിട്ടൊന്ന് വീണ് കൈമ മണ്ണായി. കുട്ടിക്കാണെങ്കിൽ കൈമ മണ്ണാവുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ പേരിൽ അലമ്പായിരുന്നു. കുറേ നേരത്തെ വാശിയും കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് നേരം ഞങ്ങളടുത്ത് ഒതുങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ അവളെ ജ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓരോ ജ്യൂസ് എടുത്ത് കുടിച്ചിട്ട് നമ്മളെ കാത്തും 2 ഗ്ലാസ് ജ്യൂസാണ് കുടിച്ചിരിക്കുന്നത്. ഓടി കളിച്ച് ക്ഷീണിച്ചിട്ടേ കുട്ടിക്ക് ഒരു മിനിറ്റാണ് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഫുള്ള് ഓട്ടവും കളിയും കാര്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസിൽ മാത്രം കണ്ടുള്ള കുറേ ആൾക്കാരെ അവിടെ വെച്ച് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഒരു 7 മണിയൊക്കെ 7:45 ആകുമ്പോഴാണ് നമ്മളെ മണവാളുടെ പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മണവാളുടെ അടുത്ത കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ്റെ എല്ലാ ഫ്രണ്ട്സും ഫാമിലിയും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം അവൻ പരിപാടി വരെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതായത് നമ്മൾ ഷിയാസ്ഖാനെ കണ്ടു, ആളോട് കുറേ വർത്താനെല്ലാം പറഞ്ഞു. ഇൻസ്റ്റയിൽ കണ്ട് കമ്പനി ഉണ്ടെങ്കിലും നേരിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷെ ആൾക്ക് ഒട്ടും ജാടില്ല, നല്ല കൂളായിട്ട് സംസാരിക്കുന്ന ചേട്ടൻ തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ കാത്തുമ്മരോടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാത്തുമ്മ സ്റ്റേജിൽ കയറിയിട്ട് കാത്തുമ്മരെ ഒരു കേക്ക് കട്ടിങ് ചെയ്യുന്നുണ്ട്. കാത്തുമ്മ ആദ്യം തന്നെ മണവാട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് കേക്ക് മുറിക്കാൻ പോണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ട് നമ്മൾ കാത്തുമ്മേൻ്റെ എടുത്തുകൊണ്ടിട്ട് കാത്തുമ്മ സമാധാനത്തിന് വേണ്ടി കേക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും ചെറുതായിട്ടും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അത് ഏട്ടൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാത്തുമ്മ. എൻ്റെ ഇടയിൽ ചേട്ടൻ കാത്തുമ്മയ്ക്ക് കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, മിഠായി കഴിക്കരുതെന്നൊക്കെ. പിന്നെ നമ്മളെല്ലാവരും സ്റ്റേജിൽ വരെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരുപാട് കളിക്കാൻ നിന്നില്ല, സാരിക്കിലോട്ട് തന്നെ. അപ്പോൾ ചെറുതായിട്ട് ഡാൻസ് എല്ലാം കളിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എന്തായാലും